കോഴിക്കോട് കൂമ്പാറ കക്കാടംപൊയിൽ റോഡിൽ സ്കൂട്ടർ മറിഞ്ഞ അപകടത്തിൽ വിനോദസഞ്ചാരികളായ 2 വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. നീലേശ്വരം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി തട്ടിപ്പ് നടത്തിയ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നീലേശ്വരം പോലീസ് കേസെടുത്തത് KV സുമേഷ്, P രാജേഷ് എന്നിവർക്കെതിരെ. നീലേശ്വരം സർവീസ് സഹകരണ ബാങ്കിലെ മേൽ ബ്രാഞ്ചിലും സായാഹ്ന ശാഖയിലുമാണ് പ്രതികൾ മുക്കുപണ്ടം പണയം വെച്ചത്. തൃശൂർ പാടൂരിൽ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 1979 സ്ഥാപിതമായ സ്കൂളിൽ 2024 വരെ സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപിക അനധ്യാപകരുടെ പൂർവ്വ സംഗമമാണ് നടന്നത്. US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും നിലവിലെ വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിനെതിരെ അധിക്ഷേപം ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് കമലയെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. വിസ്കോസിനിൽ നടന്ന തിരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് ട്രംപിന്റെ പരാമർശം. പാലക്കാടിൽ വെബ്സൈറ്റുകൾ റിവ്യൂ ചെയ്ത് പണം സമ്പാദിക്കാമെന്ന പേരിൽ യുവതിയിൽ നിന്ന് പണം തട്ടിയ സംഘം പിടിയിലായത് പാലക്കാട് സ്വദേശികളായ ബിൻഷാദ്, ഷമീൽ, സിനാസ് എന്നിവർ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ 2ാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. കേസിൽ പ്രേരണാ കുറ്റമാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കോട്ടയം ഞീഴൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ശിലാസ്ഥാപനം ഉദ്ഘാടനം നടന്നു. ചടങ്ങ് സഹകരണ രജിസ്ട്രേഷൻ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ആഗോള പരിപാലന രംഗത്ത് കേരളം ആഗോള മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് VN വാസവൻ പറഞ്ഞു. മധ്യപ്രദേശിൽ ബസ്സും ട്രക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു, 20 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. നദൻ ഡെഹത്ത് പോലീസ് സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന ട്രക്കിലേക്ക് ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ആലപ്പുഴ ചെന്നിത്തലയിൽ വാണിദേവി സനാതന സേവാ സംഘം ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 3ാമത് വാണിദേവി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കർമ്മശ്രേഷ്ഠ പുരസ്കാരം വ്യവസായി വിജയമോഹനൻ നമ്പൂരത്തിനും കർമ്മകീർത്തി പുരസ്കാരം വ്യവസായി മുരളീധരൻ നായർ ദേവി കൃപയ്ക്കും. തിരുവനന്തപുരം കരകുളം ഗവൺമെന്റ് VHSS 2024 വർഷത്തിലെ സ്കൂൾ കലോത്സവം നടന്നു. പരിപാടി കരകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് U ലേഖാറാണി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് PV അൻവറിനെതിരെ പ്രതിഷേധിച്ചത് CPM പൂവത്തൂർ ലോക്കൽ കമ്മിറ്റി. പൂവത്തൂരിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. തിരുവനന്തപുരത്ത് തിരുവോണ ദിവസം യുവാവിന്റെ ചെവി കടിച്ചു പറിച്ച കേസിൽ യുവാക്കൾ അറസ്റ്റിൽ. തിരുവനന്തപുരം വാലുക്കോണം സ്വദേശികളായ യുവാക്കളെ ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വിനീത്, അനു എന്നിവരാണ് പിടിയിലായത്. RSPയിൽ നിന്നും രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേർന്ന കരകുളം സന്തോഷിനെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തകർ പാർട്ടി പതാകയും മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു.